ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മളിന്ന് എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. തുമ്പിക്ക് കുഞ്ഞാറ്റയ്ക്ക് നൂഡിൽസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ വേറെ എന്തും. ഇതുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് വേണമെന്ന് നോക്കാമേ അതിന്. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുമ്പോഴേ നല്ലതുപോലെ ക്വാണ്ടിറ്റിയിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസ് കുട്ടികളല്ലാതെ കൊടുക്കുമ്പം കഴിക്കാൻ പാടാണ്. അപ്പം ഞാൻ ഈ നൂഡിൽസിനകത്തിട്ട് അവർക്ക് ഏത് വെജിറ്റബിൾസ് ഇങ്ങനെ ഇട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും അവരതിൻ്റെ കൂടെ അത് കഴിക്കുക. അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾസ് കൂടുതൽ ആഡ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ആഡ് ചെയ്യും. അപ്പോൾ തുമ്പി ഞാനിത് ചെയ്യുന്ന സമയം കൊണ്ട് എന്തൊക്കെയോ ക്യാമറയിലൊക്കെ എടുത്തു വെച്ച് പറയുന്നുണ്ട്. ഞാനത് റെക്കോർഡ് ചെയ്തില്ല കേട്ടോ. ഞാനത് മാറ്റിക്കളഞ്ഞ്. തുമ്പിയുടെ പിന്നെ ആ ലുക്ക് അങ്ങ് കൊടുത്തതേ ഉള്ളൂ. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ച് ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ബീൻസ് എടുത്തു, പിന്നെ ഒരു തക്കാളി, ഒരു സവാള, 2 പച്ചമുളക്, ഇതെല്ലാം എടുത്ത് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു അടുപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ആ വെള്ളത്തിലേക്ക് വേണം നമ്മുടെ നൂഡിൽസ് ഇട്ട് വേവിച്ചെടുക്കാനായിട്ട്. വെള്ളം അവിടെ നിന്ന് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്താക്കാം, ഇപ്പുറത്ത് പച്ചക്കറി വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റും ബീൻസും പിന്നെ മറ്റ് പച്ചക്കറികളെല്ലാം ഉണ്ടല്ലോ, ആ പച്ചക്കറികളെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് വഴറ്റുക. കുറച്ച് ഒരു ഹാഫ് കുക്കിംഗ് മതി, നല്ലതുപോലെ ഇത് കുക്കാവണ്ട. അങ്ങനെ ഹാഫ് കുക്കിംഗ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഇട്ട് അങ്ങോട്ട് നല്ലതുപോലെ ഇളക്കി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക. നമ്മുടെ ഈ കുഞ്ഞു മക്കളൊക്കെ ഈ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര പാടാണില്ലേ. അപ്പം ഞാൻ ഈ ട്രിക്കൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ മടി കൂടാതെ അങ്ങ് കഴിച്ചോളും. അപ്പം നിങ്ങളിങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് പച്ചക്കറി കഴിക്കാൻ? അപ്പോൾ ഇവിടെ വെള്ളം നല്ല പോലെ വെട്ടി തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ആ നൂഡിൽസ് എല്ലാം അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്ത് അത് അവിടെ കിടന്ന് വേവട്ടെ. അത് വെന്ത് വരുമ്പോഴത്തേനും നമുക്കൊരു ഇച്ചിരി പണിയും കൂടെ ഉണ്ടേ. നമ്മുടെ ആ പച്ചക്കറിയില്ലേ, ആ പച്ചക്കറിക്കകത്ത് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഹാഫ് കുക്കായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ നൂഡിൽസും വെന്ത് വന്നിട്ടുണ്ട്. ആ വെന്ത് വരുന്ന സമയം കൊണ്ട് ഒരു ഇത്തിരി പണിയും കൂടെ ബാലൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ട അങ്ങോട്ട് ആ പാനിൻ്റെ സൈഡിലോട്ട് പൊട്ടിച്ചൊഴിച്ച് ചിക്കി തോത്തി എടുക്കണം, ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ട് ഈ മിക്സ് എല്ലാം കൂടെ നമ്മൾ ആ മാഗിയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക. ആദ്യമേ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക, പിന്നെ ആ മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ നൂഡിൽസിൻ്റെ അവസാനത്തെ സ്റ്റേജ് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ഐറ്റവും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നൂഡിൽസിൻ്റെ മസാലയും കൂടെ അങ്ങോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി നൂഡിൽസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നത്? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.